Hi dear friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോ ബേക്ക് ചീസ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഞാൻ ബ്ലൂബെറി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്ട്രോബെറി വെച്ചിട്ടും ഒക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു ചീസ് കേക്ക് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ജലാറ്റിൻ ആദ്യം ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ച് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മെൽറ്റ് ആവാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്കായിട്ട് കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ എടുക്കുന്ന പാത്രത്തിന്റെ വലുപ്പം അനുസരിച്ച് അതിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബിസ്ക്കറ്റ് എടുത്താൽ മതി. അതിന് പ്രത്യേകിച്ച് ഒരു അളവ് പറയുന്നില്ല. ഞാനിവിടെ ഒരു 15 ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബട്ടർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതേപോലുള്ള ഒരു റിങ് വെച്ചിട്ടാണ് പ്ലേറ്റിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. സ്പ്രിംഗ് ഫോം പാൻ ഉണ്ടെങ്കിൽ അതിലും വേണമെങ്കിൽ ചെയ്തെടുക്കാം. അതാകുമ്പോൾ ഒന്നുകൂടി ഈസി ആയിരിക്കും. ബിസ്ക്കറ്റും ബട്ടറൂടെ ഉള്ളത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇതിലേക്ക് ഞാനൊരു 200 ഗ്രാം ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. ഈ ക്രീം ചീസിൻ്റെ വീഡിയോ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തണുപ്പൊക്കെ പോയിട്ടുള്ള ക്രീം ചീസാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ഫോർക്ക് വെച്ചിട്ട് വേണമെങ്കിലും നന്നായിട്ട് പെട്ടെന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന ബ്ലൂബെറിയും അതുപോലെ വിപ്പിംഗ് ക്രീമും ഒക്കെ നല്ല മധുരം ഉള്ളതാണ്. അപ്പോൾ മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും പൊടിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ബീറ്റർ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ക്രീം ചീസൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് വിപ്പിംഗ് ക്രീം അല്ലാതെ തന്നെ ഒഴിച്ചിട്ട് ഒന്ന് ബീറ്റാക്കി എടുത്താൽ മതി. നല്ല ക്രീമി ആയിട്ട് എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ബീറ്റ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബ്ലൂബെറിയുടെ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വാങ്ങാൻ കിട്ടുന്ന ബ്ലൂബെറി സോസോ അല്ലെങ്കിൽ ക്രഷോ യൂസ് ചെയ്യാം. സ്ട്രോബെറിയുടെ ആണെങ്കിലും ക്രഷ് വാങ്ങാൻ കിട്ടും, അത് ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ബ്ലൂബെറിയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് അതൊന്ന് അരിച്ചെടുത്തിട്ടുള്ളതാണ്. നല്ലപോലെ തന്നെ തിളച്ച് വരുമ്പോൾ നല്ല കളറിലായി വരും. എന്നിട്ട് അത് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുക്കാതെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെയും ക്രീം ചീസിൻ്റെയും മിക്സിലേക്ക് ഇതേപോലെ ബ്ലൂബെറി സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ജലാറ്റിൻ ചേർത്ത് കൊടുക്കാം. ജലാറ്റിൻ നേരത്തെ നല്ല തിളച്ച വെള്ളം ചേർത്തുകൊണ്ട് നന്നായിട്ട് തന്നെ മെൽറ്റായിരിപ്പുണ്ട്. അല്ലെങ്കിൽ കുറച്ച് തിളച്ച വെള്ളത്തിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് മെൽറ്റാക്കി എടുത്താൽ മതി. അതിൽ നിന്നും കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബ്ലൂബെറി സോസിലേക്ക് ഒഴിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് മുകളിലത്തെ ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളത് ഈ ക്രീം ചീസിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ആ ബിസ്ക്കറ്റിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ബിസ്ക്കറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ക്രീം ചീസിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. മുകൾ ഭാഗം ഒന്ന് നമുക്ക് തൊടുമ്പോൾ ഒന്ന് കയ്യിലൊട്ടാതെ വരുന്ന ആ സമയമാകുമ്പോൾ ഇതിലേക്ക് ഒരു 5-10 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ബ്ലൂബെറിയുടെ സോസ് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ കുറച്ച് ജലാറ്റിൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതൊരു 1/2 കപ്പോളം ബ്ലൂബെറി സോസ് ഉണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂൺ ജലാറ്റിൻ മെൽറ്റ് ചെയ്തതാണ് ഒഴിച്ചിട്ടുള്ളത്. ജലാറ്റിൻ മെൽറ്റ് ചെയ്തിട്ടാണ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് അതും ഇതുപോലെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്.
നന്നായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട്. മുകളിലുള്ള ജെല്ലിയൊക്കെ നല്ലപോലെ തന്നെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ റിങ് എടുത്ത് മാറ്റിയിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നന്നായിട്ട് സെറ്റായാൽ മാത്രമേ ഇതുപോലെ റിങ് നന്നായിട്ട് എടുത്ത് മാറ്റാൻ പറ്റൂ. അപ്പോൾ നല്ലപോലെ തന്നെ ഒരു 4 മണിക്കൂർ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നോ ബേക്ക് ചീസ് കേക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്